കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ദുഃഖമാചരിക്കാനാകുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രങ്ങൾ പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിക്കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗവും ആദ്യ വായനയും വളരെ ശക്തമായ ചില ആത്മീയ ഉപദേശങ്ങളും സന്ദേശങ്ങളും വ്യക്തിജീവിതത്തിനും കുടുംബത്തിനും നൽകുന്നുണ്ട്. ആദ്യ വായന നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇസഹാക്കിനെ പറ്റിച്ച് യാക്കോബ് അപ്പൻ്റെ അനുഗ്രഹം ചതിച്ച് മേടിക്കുകയാണ്. അപ്പോൾ യാക്കോബ്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, യാക്കോബും അമ്മ റബേക്കായും കൂടെ നിന്നുകൊണ്ട് ഇവർ സ്വന്തം ജീവിത പങ്കാളി അല്ലെങ്കിൽ അപ്പനെ ചതിച്ചുകൊണ്ട് ഒരു അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരപ്പൻ്റെ അനുഗ്രഹത്തിന്, ഒരു കുടുംബനാഥയുടെ അനുഗ്രഹത്തിന് അത്രയും വിലയുണ്ടെന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീയ തീരുമാനങ്ങളിൽ, ആലോചനകളിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം അത് ചുമ്മാ പ്രാർത്ഥന മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി നിൽക്കുന്ന തലമുറകളെ പോലും അനുഗ്രഹിക്കാൻ കഴിവുള്ളതാണ് മാതാപിതാക്കളുടെ ബ്ലെസ്സിങ് എന്നുള്ളതാണ് ആദ്യ വായന ഏറ്റവും കാതലായ സന്ദേശം. യാക്കോബ് അതങ്ങനെ സ്വന്തമാക്കി എന്നതിനേക്കാൾ അപ്പുറം യാക്കോബ് ചതിച്ചിട്ടാണെങ്കിലും അമ്മ കൂടെ നിന്നിട്ടാണെങ്കിലും അത് സ്വന്തമാക്കാൻ തീരുമാനമെടുത്തെങ്കിൽ അത് അതിനേക്കാളും വിലയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരപ്പൻ്റെ, ഒരമ്മയുടെ അനുഗ്രഹം മക്കളെ ബലവത്താക്കുമെന്ന് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് അധ്യായം മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് ഒരപ്പൻ്റെ, അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ചാണ്. എന്ന് പല മക്കളും മനസ്സിലാക്കാതെ പോകുന്ന വലിയൊരു ആത്മീയ രഹസ്യമാണ്. ഒരു വൈദികൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വൈദികൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമ്പോൾ നിശ്ചയമായും വൈദികങ്ങളോട് ദൈവം പ്രവർത്തിക്കും. പക്ഷേ ഒരപ്പൻ്റെ, അമ്മയുടെയും പ്രാർത്ഥനയുടെ ബലവും കരുത്തെന്ന് പറയുന്നത് മകനെ മാത്രമല്ല, ആ അനുഗ്രഹത്തിൽ തലമുറകൾ കൂടി അനുഗ്രഹിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഒരു തലമുറയുടെ അനുഗ്രഹമാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം. അത് നഷ്ടപ്പെടുത്താതിരിക്കുക ഒരു ആത്മീയ വിവേകമാണ്, പ്രൂഡൻസാണ്. ഇന്നീ കാലഘട്ടത്തിൽ പല മക്കൾക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ആത്മീയ രഹസ്യമാണത്. അതുകൊണ്ടാണ് ഒരമ്മയുടെ ശാപം ഭവനത്തിൻ്റെ അടിത്തറ തകർക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ ലാഘവത്തോടെ നിസ്സാരമായിട്ട് കാണുന്ന ചില ആത്മീയ അനുഗ്രഹങ്ങളെ, ആത്മീയ ആലോചനകളെ പിൽക്കാലത്ത് അതിൻ്റെ അപകടകരമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മക്കളെന്ന നിലയിൽ എന്നും അപ്പൻ്റെ, അമ്മയുടെ അനുഗ്രഹം സ്വന്തമാക്കണം. 2, മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അത് അവരെ മാത്രമല്ല, ഇവിടെ തലമുറകളെ കൂടി അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ മക്കളെ അവർക്ക് ജീവനുണ്ടാകാനും, അവിടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാനും, മക്കൾ അനുഗ്രഹിക്കപ്പെടാനും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനും അവരനുഗ്രഹിക്കപ്പെടാനും വേണ്ടി നിരന്തരം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ബ്ലെസ്സിങ് പ്രയർ,
അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇത് ചില മാതാപിതാക്കൾ വായ തുറന്ന മക്കളെ ശാപവാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ നന്നാകുകയല്ലടാ, നീ രക്ഷപ്പെടുകയല്ലടാ, നീ എവിടെ ചെന്നാലും ഗുണം പിടിക്കാൻ പോകുന്നില്ലടാ, കുരുത്തം കെട്ടതെ, ഇങ്ങനെയുള്ള നിരന്തരം മക്കളെ നോക്കി മാതാപിതാക്കൾ പറഞ്ഞാൽ ആ മക്കൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? അതുകൊണ്ട് മാതാപിതാക്കൾ നിങ്ങളുടെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും, പ്രത്യേകിച്ച് മക്കളുടെ മേൽ ചൊരിയുന്ന ഓരോ വാക്കുകളും അത് അനുഗ്രഹത്തിൻ്റെതാണോ ശാപത്തിൻ്റെതാണോ എന്ന് തിരിച്ചറിയുകയും ശാപവാക്കുകൾക്ക് പകരമായി അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം സംസാരിക്കാനുള്ള ഒരു ധാർമ്മികവും ആത്മീയവുമായ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. എന്തുകൊണ്ടാണ്? മക്കൾ അനുഗ്രഹിക്കപ്പെടണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ഒരു അപ്പനോ അമ്മയും ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നിരന്തരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വവും തെരഞ്ഞെടുപ്പും ആത്മീയ ബോധ്യവും മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം. ഇനി യാക്കോബ് തെരഞ്ഞെടുത്ത വഴി ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ശരിയല്ല. ഒരപ്പനെ ചതിച്ചുകൊണ്ടാണ് ഈ അനുഗ്രഹം സ്വന്തമാക്കിയത്. നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് സ്വന്തമാക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും കാലങ്ങളിൽ അത് വിപത്തായിട്ട് മാറും. അത് നമുക്ക് നമ്മുടെ കുടുംബത്തിലും ബന്ധങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അതുകൊണ്ടാണല്ലോ സ്വന്തം സഹോദരൻ ഏസാവിനെ ചതിച്ച് യാക്കോബ് സ്വന്തമാക്കി. പിന്നീട് സംഭവിച്ചെന്താ? വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല, വീടുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം, ഓടി രക്ഷപ്പെടേണ്ടവന്നു. പിന്നീട് അങ്ങോട്ട് ചെന്നിട്ടോ ലാബാന്റെ ഭവനത്തിൽ ചെന്ന് ലാബാന്റെ ആടുമാടുകളെ നോക്കാൻ തുടങ്ങി. റാഹേലിനെ കണ്ടിഷ്ടപ്പെട്ടു. മൂത്ത സഹോദരി ലയ ഭവനത്തിലുണ്ട്. 7 വർഷം പണിയെടുത്ത റാഹേലിനെ തരാമെന്ന് പറഞ്ഞ് 7 വർഷക്കാലം അവിടെ കടന്ന് ചങ്കുപൊട്ടി യാക്കോബ് റാഹേലിന് വേണ്ടി പണിയെടുത്തു. എന്നിട്ട് അവസാനം 7 വർഷം കഴിഞ്ഞപ്പോൾ റാഹേലിനെ കൊടുക്കാതെ അപ്പൻ ലയയെ കൊടുത്ത് യാക്കോബിനെ ചതിച്ചു. ഒരപ്പനെ ചതിച്ചിട്ട് വന്നവൻ പിൽക്കാലത്ത് ചതിക്കപ്പെട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ വളരെ നൈമിഷികമായ വളരെ എളുപ്പ വഴികൾ തേടി ചിലതൊക്കെ ചതിച്ച് നമ്മൾ സ്വന്തമാക്കുമ്പോൾ വിദൂര ഭാവിയിൽ ദീർഘകാലമായ അസ്വസ്ഥതകൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഓക്കെ, ചതിച്ച അപ്പൻ്റെ അനുഗ്രഹം സ്വന്തമാക്കി. പിന്നീട് അങ്ങോട്ട് ഭയത്തിലാണ് യാക്കോബ് കഴിയുന്നത്. യാക്കോബിന് തിരിച്ച് ഏസാവിൻ്റെ അടുത്തേക്ക് വരാൻ വല്ലാത്ത ഭയമുണ്ടായി, ഭീതിയുണ്ടായി. തൻ്റെ സഹോദരൻ എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത്? അതുകൊണ്ട് ഒരു കാലഘട്ടം മുഴുവനും സ്വന്തം അപ്പനെ ചതിച്ചതിൻ്റെ, സഹോദരനെ ചതിച്ചതിൻ്റെ ഭയം പേറിക്കൊണ്ടാണ് യാക്കോബ് ജീവിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽ ജീവിക്കാൻ പറ്റിയില്ല, സ്വന്തം അപ്പനോടും അമ്മയോടൊപ്പം പിന്നെ ജീവിക്കാൻ പറ്റിയില്ല. അപ്പോൾ നിസ്സാര കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ പാപത്തിന്, ചെറിയ തെരഞ്ഞെടുപ്പുകൾക്ക് വിദൂര ഭാവിയിൽ ദീർഘകാലമായ ആഘാതങ്ങളും ക്ഷതങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സന്ദേശം ഇതാണ്: ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതാണ് കാലാകാലങ്ങളായി ദൈവമക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും അപ്പുറമായ ആത്മീയത. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാത്ത ആഘോഷങ്ങൾ എന്താഘോഷങ്ങളാണ്? യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാത്ത ആചാരങ്ങൾ അതെന്താചാരങ്ങളാണ്? അപ്പൊ ചിലപ്പോൾ ചില ആചാരങ്ങളിലും നിയമങ്ങളിലും ആഘോഷങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവ സാന്നിധ്യമാണ്. ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാത്തതൊന്നും യഥാർത്ഥ ആത്മീയ ആഘോഷങ്ങളല്ല. അപ്പൊ അടിസ്ഥാനപരമായിട്ട് എന്താണ്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടര് എന്തിനുപവസിക്കണം? അവരിപ്പോൾ ആഘോഷിക്കേണ്ട സമയം എന്താണ്? അവര് ജീവിക്കുന്ന കർത്താവായ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു, ബാക്കിയുള്ളവരെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞത്, ഞാൻ കൂടെ ഉള്ളപ്പോൾ എൻ്റെ സാന്നിധ്യം ഇവര് തിരിച്ചറിഞ്ഞു. പിന്നെ എന്തിനു ഇവര് ദുഃഖമാചരിക്കണം? പിന്നെ എന്തിനു സങ്കടപ്പെടണം? പിന്നെ എന്തിനു നിരാശപ്പെടണം? അപ്പോ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും കാതലായ സന്ദേശം എന്താണ്? നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും, വ്യാപാരങ്ങളിലും, ആഘോഷങ്ങളിലും, ആചാരങ്ങളിലും, അനുഷ്ഠാനങ്ങളിലൊക്കെ ആത്യന്തികമായി ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്ക് പറ്റണം. ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അൽത്താരയിൽ പുതിയ വീഞ്ഞ്, അത് കർത്താവിൻ്റെ സാന്നിധ്യം തന്നെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഈ പരിശുദ്ധ കുർബാനയിൽ വെളിപ്പെടുമ്പോൾ ആ സാന്നിധ്യത്തോട് വിധേയപ്പെട്ടുകൊണ്ട് പഴയ മനോഭാവങ്ങളെ, പഴയ ചിന്താരീതികളെ, ലോകം വെച്ച് നീട്ടുന്ന മാനുഷികമായ ആലോചനകൾക്കപ്പുറമായി പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ടുകൊണ്ട് പുതുവീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി
ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.